ഒരു വൈകുന്നേരത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്ന് എൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ പൂരിയും ഉരുളൻകിഴങ്ങ് കറിയാണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചതാണേ. അപ്പോൾ അതിനായിട്ട് എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ: പച്ചമുളക്, 3 പച്ചമുളക്, ചെറിയ ഉള്ളി, ഒരു സവാള, ഒരു കുഞ്ഞു സവാള, അതുപോലെ അത് തക്കാളി, പിന്നെ മല്ലിയില, ഇഞ്ചി, 2-3 കഷ്ണം വെളുത്തുള്ളി. അപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ട് നമുക്ക് ഇനി ആദ്യം പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് സവാള അരിഞ്ഞ് വെച്ച സവാളയെല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാണ് ഞാൻ ഉരുളൻകിഴങ്ങിന് വേവിച്ചിട്ടുള്ളത്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടുള്ളായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയും നമ്മൾ ആച്ചി മസാലപ്പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പം മല്ലിയില ലാസ്റ്റാണ് മല്ലിയില ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് വേവിച്ച വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. കട്ടമായിട്ട് വീത്തി കൊടുക്കുക, ഒത്തങ്ങ് വീത്തി കൊടുക്കരുത്. അത് ഇനി ഇതിൽ ഈ അരപ്പിൽ കിടന്ന് നമ്മൾ ഉരുളൻകിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചത് ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ കിടന്ന് ഇനി നല്ലതുപോലെ ഒന്ന് അരപ്പെല്ലാം പിടിച്ച് വരപ്പിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇനി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അവിടെ വെള്ളം വീത്തിയില്ല. അപ്പം ഇനി പൂരിയാണേ. നമ്മൾ ഇത് ജാസ്മിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച പൂരിയാണേ. ഇതിൽ റവ അവർ ചേർക്കുന്നുണ്ട്. എന്താ ടേസ്റ്റെന്ന് ഇത് ഒന്ന് വിചാരിക്കുക. ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ്. ഇത് പപ്പടമല്ല, ഇത് പൂരി തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും ഇത് പപ്പടമാണ്, പക്ഷേ ഇത് പപ്പടമല്ല, ഇത് പൂരി തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. അപ്പോൾ 3 ഞാൻ എടുത്ത് മാറ്റി വെച്ച് അത് ചപ്പാത്തിയായിട്ട് ചുട്ട്. ചിലപ്പോൾ എണ്ണയെന്ന് പറയുമ്പോൾ കഴിക്കത്തില്ല എൻ്റെ മോൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 3 എടുത്ത് അല്ലാതെ ഞാൻ ചപ്പാത്തിയായിട്ട് ചുട്ട് വെച്ചത്. അപ്പോൾ ഒരു രക്ഷയില്ല ടേസ്റ്റ്. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത് നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കുന്നതാണ്. പൂരി ഉണ്ടാക്കപ്പോഴത്തേക്ക് ഒരു ശകലം റവയും കൂടെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിന് ചപ്പാത്തി കടയുണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.